ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയാണ്. കുറച്ചു നേരം മഴ കണ്ടു നിന്നു. അപ്പോഴാണ് ഓർത്തത് മഴ കണ്ടു നിന്നാൽ നമ്മുടെ പണി നടക്കില്ലല്ലേ. അരി ഇടാൻ വേണ്ടി കലം അടുപ്പത്ത് വെച്ചു. ഇന്ന് പുട്ടും മുട്ടക്കറിയാണ് രാവിലത്തെ ചായക്ക്. അരിപ്പൊടിയാണ് എടുത്തത്. അത് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി കഴിഞ്ഞ് രാവിലത്തെ കറിക്കുള്ളതാണ് നോക്കുന്നത്. ബീട്രൂട്ട് പച്ചടിയാണ് ഇന്ന് വെക്കുന്നത്. അത് ചോപ്പറിലിട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അത് ചോപ്പറിലിട്ട് നല്ലതായിട്ട് കിട്ടി. മുമ്പത്തെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം. അത് ചെറുതാക്കി അരിഞ്ഞ് അതെടുക്കുമല്ലോ. അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തെർമൽ കുക്കറിലോട്ട് അത് മാറ്റി വെക്കാം. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ബീട്രൂട്ട് പച്ചടിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നനച്ച് വെച്ച അത് റോസ്റ്റഡ് അതിലോട്ട് അരിപ്പൊടി ചേർത്താണ്. അതെന്താണ് പശയുള്ള അരി ആണ് പൊടിച്ചത്. അപ്പോൾ അതിനും പശയുണ്ടായിരുന്നു പൊടിക്ക്. അപ്പോൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്തപ്പോൾ നല്ല പുട്ടായിട്ട് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ് അത് തീരണവരെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത്. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഇങ്ങനെ. പിന്നെ അയിലയാണ് കിട്ടിയത്. അത് വറുക്കാൻ വേണ്ടി ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ച്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ രാവിലെ ഒരു ചായ. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. ചായയും റെഡിയാക്കി. ഇപ്പോൾ ബീട്രൂട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലോട്ട് അരപ്പ് ചേർക്കാം നമുക്ക്. പുട്ട് എങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല, എന്നാലും നല്ലതാണ്. ഇപ്പോൾ അരപ്പൊക്കെ ചേർത്ത് ഇപ്പോൾ ബീട്രൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി താളിച്ചിട്ടാൽ മതി. ഇനി ഉണ്ണിക്കുള്ള ലഞ്ച് ബോക്സാണ്. അപ്പോൾ അതിൽ ചോറും ഇട്ട് പിന്നെ ബീട്രൂട്ട് പച്ചടിയും പിന്നെ അയില വറുത്തതുമാണ് വെച്ചേക്കണത്. ഇന്നത്തെ ലഞ്ച് ബോക്സ് അങ്ങനെയാണ് റെഡിയാക്കിയേക്കണത്. അത് പോയി ഇപ്പോൾ തന്നെ പോകണം. 8:45 പോകണം ക്ലാസ്സിലോട്ട്. ഇപ്പോൾ മോളിപ്പോൾ പുട്ടും മുട്ടക്കറിയും എടുക്കാൻ വന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ചായയുടെ കടിയായിട്ട്. അപ്പം ഞാൻ നിർബന്ധിച്ച് പഴം കൊടുക്കണേ. ഏത്തപ്പഴം പുഴുങ്ങിയിട്ടുണ്ടായി, വാങ്ങിക്കണില്ല. ഞാൻ നിർബന്ധിച്ച് കൊടുത്തതാണ് കഴിക്കാമെന്നും പറഞ്ഞു. ഇനി ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇനി ഉച്ചക്കലത്തേക്ക് റെഡിയാക്കണം. അതോടുകൂടി നമുക്ക് അടുക്കളയോട് ബൈ ബൈ പറയാം. എല്ലാവർക്കും ബൈ ബൈ. ഓക്കേ.